ടർബോയുടെ ഷൂട്ടിംഗ് കാര്യങ്ങളെല്ലാം പൂർത്തിയായി 3 മാസത്തോളമായി മമ്മൂക്ക ചുമ്മാ ഇരിക്കുകയാണ്. അതിനിടയിൽ 2 പ്രോജക്റ്റുകളാണ് മമ്മൂക്കയുടേത് നീണ്ടുപോയത്. ഒരു നവാഗത സംവിധായകൻ്റെ പ്രോജക്റ്റും അതോടൊപ്പം തന്നെ മഹേഷ് നാരായണൻ, കുഞ്ചാക്കോ ബോബൻ, ഫഹദ് ഫാസിൽ പ്രോജക്റ്റും നീണ്ടിരിക്കുകയാണ്. ഇനി മമ്മൂക്കയുടെ ആദ്യം തുടങ്ങാൻ പോകുന്ന സിനിമയാണ് ഗൗതം വാസുദേവ് മേനോൻ ചിത്രം. ജൂൺ 10 ചിത്രത്തിൻ്റെ പൂജയോടൊപ്പം ഷൂട്ടിങ്ങും ആരംഭിക്കുമെന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തേക്ക് വരുന്നത്. ജൂൺ 1 തന്നെ ചിത്രത്തിൻ്റെ ഷൂട്ടിംഗ് കാര്യങ്ങളെല്ലാം ആരംഭിക്കേണ്ടതായിരുന്നു. എന്നാൽ പ്രീ പ്രൊഡക്ഷൻ വർക്കുകൾ തീരാത്തതിനാൽ ചിത്രത്തിൻ്റെ ഷൂട്ടിംഗ് നീണ്ടുപോവുകയായിരുന്നു. അതിനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഈ വർഷം കാലവർഷം നേരത്തെ എത്തിയത് ചിത്രത്തിന് വില്ലനായി മാറുകയായിരുന്നു. എന്തായാലും ചിത്രത്തിൻ്റെ ഷൂട്ടിംഗ് കാര്യങ്ങളെല്ലാം ജൂൺ 10 ശേഷം ആരംഭിക്കും. പിന്നീട് മമ്മൂക്കയുടെ തുടങ്ങാനിരിക്കുന്ന പ്രോജക്റ്റാണ് മഹേഷ് നാരായണൻ, ഫഹദ് ഫാസിൽ, കുഞ്ചാക്കോ ബോബൻ മൂവി. അതിനുശേഷം അമൽ നീരദ് മൂവിയും അൻവർ റഷീദ് മൂവിയും 2 നവാഗത സംവിധായകരുടെ മൂവിയും ഡിസ്കഷനിലുണ്ട്. അതിൽപ്പെടുന്ന മൂവിയായിരുന്നു മമ്മൂക്ക പൃഥ്വിരാജ് കൂട്ടുകെട്ടിൽ ഒരു സിനിമ ആരംഭിക്കാൻ പോകുന്നു എന്നുള്ളത് വാർത്ത സോഷ്യൽ മീഡിയയിൽ പരന്ന് പിടിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ പൃഥ്വിരാജിൻ്റെ ഡേറ്റ് ഇഷ്യൂ കാരണം ആ ഒരു പ്രോജക്റ്റ് നീട്ടിവെക്കുകയായിരുന്നു. പകരം ജോജു ജോർജ് ഈ ഒരു ചിത്രത്തിൽ പൃഥ്വിരാജിന് പകരം എത്തുന്നുള്ള റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. എന്നാൽ പൃഥ്വിരാജിനെ പോലെ വലിയ താരത്തെയാണ് ചിത്രത്തിന് ആവശ്യം. ഒരു വലിയ ക്യാൻവാസിൽ ചെയ്യാനാണ് ആ ഒരു മൂവി ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ ജോജുവിനെ മാറ്റുകയായിരുന്നു. എമ്പുരാൻ്റെ തിരക്കുകൾ തീർന്നാൽ പൃഥ്വിരാജ് മമ്മൂട്ടി കൂട്ടുകെട്ടിലെ ആ ഒരു ചിത്രം ആരംഭിക്കാനിരിക്കുകയാണ്. എന്തായാലും ഇപ്പോൾ നിലവിലെ 2 സിനിമകൾ, ഒന്ന് ഗൗതം വാസുദേവ് മേനോൻ മമ്മൂക്ക ചിത്രം, അതോടൊപ്പം തന്നെ അത് കഴിഞ്ഞാൽ മഹേഷ് നാരായണൻ മൂവി.